ഹലോ എവരി വൺ 2027 നടക്കാൻ വേണ്ടി പോകുന്ന നീറ്റ് ജെഇ പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. സോ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പരിചയപ്പെട്ടുണ്ടാവുന്ന സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ ബാച്ചായ ധീര ബാച്ച്. സോ ധീര ജെഇ ആയിക്കോട്ടെ, ധീര നീറ്റ് ആയിക്കോട്ടെ, ഈ രണ്ട് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് സൈലം എന്താണ് ഈ ബാച്ചിൽ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. യെസ്, രണ്ട് കിടിലൻ ഫീച്ചേഴ്സ് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് AI ഗുരു. 24/7 നിങ്ങൾക്ക് നിങ്ങളെ ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി സൈലത്തിൻ്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്ത് AI ഗുരു. സോ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ എന്ത് ഡൗട്ട് വരികയാണെങ്കിലും നിങ്ങൾക്ക് ആ ഡൗട്ട് എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ പോലെ എന്ത് ചെയ്യാം, AI ഗുരുവോട് ചോദിക്കാം. സോ വിത്തിൻ സെക്കൻഡ്സ് AI ഗുരു വളരെ ഡെഫിനറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ ആൻസർ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് ഫീച്ചർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. കാരണം ദാറ്റ് വിൽ ഗീവ് യു മോർ എക്സാംസ്, അല്ലെങ്കിൽ എക്സാം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സെക്കൻഡ് ഫീച്ചറാണ് ഇൻഫൈനൈറ്റ് പ്രാക്ടീസ്. സോ എന്തായിരിക്കും ഇൻഫൈനൈറ്റ് പ്രാക്ടീസ് എന്നായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഞാൻ ഈ ഫിസിക്സ് എന്ന് പറയുന്നത് ഞാൻ ഫിസിക്സ് ടീച്ചർ ആയതുകൊണ്ടാണ് മക്കളെ. സോ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണ്. ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചാപ്റ്ററിൻ്റെ ഫുള്ള് തിയറി കാര്യങ്ങൾ പഠിച്ചു, ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചു, എല്ലാ PYQs ചെയ്ത് പഠിച്ചു. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒന്നും കൂടി ആ ചാപ്റ്റർ ഒരു എക്സാം പോലെ നടത്തണം, അല്ലെങ്കിൽ എക്സാം പോലെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് സൈലത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് ഇൻഫൈനൈറ്റ് പ്രാക്ടീസ്. സോ ഈ ഒരു ഇൻഫൈനൈറ്റ് പ്രാക്ടീസിലേക്ക് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ ചാപ്റ്റർ സെലക്ട് ചെയ്യും, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസിന് എണ്ണം നിങ്ങൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് സമയം ഉണ്ടാവുക. 60 സെക്കൻഡ്സ് കൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കണം, അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി കോൺസെപ്റ്റ് കൊടുത്ത് ഇക്വേഷൻ കൊടുത്ത് ആൻസറിലേക്ക് എത്തി ആൻസർ മാർക്ക് ചെയ്യണം. ഇതിന് 1 മിനിറ്റ് സമയമുള്ളത്. സോ ആ 1 മിനിറ്റാണ് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫൈനൈറ്റ് പ്രാക്ടീസിലും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിന് 10 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമാണ് സെറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. 10ഓ 20ഓ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ദാറ്റ്സ് വൈ ഇറ്റ്സ് നെയിം ലുക്ക് ലൈക്ക് ഇൻഫൈനൈറ്റ് എന്നുള്ള പേര് വരാൻ കാരണം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ ഞാൻ പറയാണ് 10 ക്വസ്റ്റ്യൻ നിങ്ങൾ സെറ്റ് ചെയ്തോ, 10 മിനിറ്റിൻ്റെ എക്സാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാർ ഈസി ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്, എനിക്ക് കുറച്ച് ഈസി മതി, വേണ്ട മീഡിയം വേണം, വേണ്ട ഹാർഡ് വേണം, വേണ്ട ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈസി വേണമെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഈസി ആക്കാം, മീഡിയം ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് മീഡിയം ആക്കാം, 10 ക്വസ്റ്റ്യൻസ് ഹാർഡ് ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഹാർഡ് ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സാം സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് ടൈംസ് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എക്സാം ആയിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ പഠിച്ച സാധനം എന്ത് ചെയ്യാം, ഒന്നും കൂടി പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്താണോ നമ്മൾ അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ. സോ ഈ രണ്ട് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നീറ്റ് ജെഇ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് അടിപൊളിയായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പഠിച്ചെടുക്കാം മക്കളെ. സോ വെൽക്കം, ഓൾ ദ വെരി ബെസ്റ്റ്, ബൈ.